BJP ഒരു പുതുമുഖ സ്ഥാനാർത്ഥിയാണ് നിലമ്പൂരിൽ മത്സരിക്കുന്നതിൽ തന്നെ ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ BJPക്ക് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു മത്സരത്തെ കാണുന്നത്? അല്ല, ഞങ്ങൾക്ക് മത്സരിക്കുന്നതിൽ കൺഫ്യൂഷനൊന്നും ഉണ്ടായിരുന്നില്ല. നിലമ്പൂരിൽ മത്സരിക്കില്ല എന്നല്ല BJP ആദ്യം പറഞ്ഞിരുന്നത്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള സാങ്കത്യത്തെ ഞങ്ങൾ ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് ഞങ്ങൾ മത്സരിച്ചു. സ്വാഭാവികമായിട്ടും മത്സരിക്കുമ്പോൾ നിലമ്പൂരിൻ്റെ രാഷ്ട്രീയം കൂടി വിശദമായി ചർച്ച ചെയ്യപ്പെടാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാവണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പ്രത്യേകിച്ചും മലയോര മേഖലയിൽ ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾ അനുഭവിക്കുന്ന വികസന പ്രശ്നങ്ങളുണ്ട്. ആ വികസന പ്രശ്നങ്ങൾ പിടിക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാനാർത്ഥി നന്നാവുമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മോഹൻ ജോർജിലേക്ക് എത്തിയത്. ഞങ്ങളുടെ തീരുമാനം ശരിയായതായിരുന്നു എന്ന് മോഹൻ ജോർജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വ്യത്യസ്ത ജനവിഭാഗം കിട്ടുന്ന പിന്തുണ തെളിയിക്കുന്നുണ്ട്. ഈ മോഹൻ ജോർജിനെ തിരഞ്ഞെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ മാർത്തോമ സഭക്കാരനാണ്, ക്രൈസ്തവ വോട്ടുകളാണ് ലക്ഷ്യം വെക്കുന്നത്. BJP പൊതുവെ പറയാറുള്ളത് പ്രീണന രാഷ്ട്രീയത്തിന് ഞങ്ങൾ എതിരാണ്. അപ്പോൾ ഈ ക്രൈസ്തവ സമൂഹത്തെ പ്രീണിപ്പിക്കാൻ ക്രൈസ്തവ സമൂഹത്തിൽ നിന്നൊരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുത്ത് മത്സരിപ്പിക്കുന്നത് അതൊരു പ്രീണന രാഷ്ട്രീയമല്ലേ? ഞങ്ങളങ്ങനെ ഒരിടത്തും അങ്ങനെ സ്ഥാനാർത്ഥികളെ നിർത്താറില്ലല്ലോ. അദ്ദേഹം മാർത്തോമ സഭക്കാരനാണ് എന്നുള്ളതല്ല അദ്ദേഹത്തിൻ്റെ മെറിറ്റ്. അദ്ദേഹം മലയോര മേഖലയിൽ പ്രവർത്തിക്കുന്ന, ഒരു കർഷക മേഖലയിൽ പ്രവർത്തിക്കുന്ന ജനസ്വാധീനമുള്ളൊരു വ്യക്തിയാണ്. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെ ഈ മേഖലയിൽ നല്ല സ്വാധീനം ഉറപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മതമല്ല പ്രശ്നം, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയമാണ് പ്രധാനം. അത് കർഷകരുടെ രാഷ്ട്രീയമാണ്, മലയോര മേഖലയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഞങ്ങൾ മത്സരിച്ചത്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യമൊന്നും അങ്ങനെയുള്ള ആളുകളെല്ലല്ലോ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ മതം ഞങ്ങൾക്കൊരു വിഷയമല്ല. പക്ഷേ കേരളത്തിൽ BJPയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം ഞങ്ങൾ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ വേണ്ടത്ര രീതിയിൽ സ്വീകരിക്കുന്നില്ല എന്നുള്ളതായിരുന്നല്ലോ. അപ്പോൾ അത് ഈ സ്ഥാനാർത്ഥിയോടും അതുകൂടി ഇല്ലാതാവുകയാണ്. കേരളത്തിൽ മൊത്തത്തിൽ അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് സ്വാഭാവികമായിട്ട് വന്നു ചേരുന്നതാണ്. ഞങ്ങൾ എല്ലാവരെയും ഒരുമിച്ച് സ്വീകരിക്കുക എന്നുള്ള സമീപനമാണ്. എല്ലാവർക്കും ഒപ്പം സബ്കേ സാത്ത് സബ്കേ വികാസ് എന്നുള്ളതാണ് BJPയുടെ മുദ്രാവാക്യം. അപ്പോൾ എല്ലാ വിഭാഗക്കാരെയും ഞങ്ങളുടെ കൂടെ ചേർക്കേണ്ടത് ഞങ്ങളുടെ ആവശ്യമാണ്. അതിൻ്റെ ഭാഗമായി വന്നെന്ന് മാത്രം. കേരളത്തിൽ ഹിന്ദുത്വത്തിലൊരു കോംപ്രമൈസ് ചെയ്തുകൊണ്ടാണോ ഈ ക്രൈസ്തവ സമൂഹത്തെ കൂടുതലായി BJP സ്വാഗതം ചെയ്യുന്നത്? ഒരിക്കലുമല്ല. ഹിന്ദുത്വം എന്നുള്ളത് BJPയുടെ ബേസിക് പ്രിൻസിപ്പിളാണ്. ആ ബേസിക് പ്രിൻസിപ്പിളിനെ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു നിലപാടും രാജ്യത്ത് ഇവിടെയും BJPക്കില്ല. പക്ഷേ ഹിന്ദുത്വം എന്നുള്ളത് മതപരമായിട്ടുള്ള സംജ്ഞയല്ല, അതൊരു കുറച്ചുകൂടി വിശാലമായ ദേശീയ താല്പര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. ഞങ്ങളതൊന്നും ഒരു ഘട്ടത്തിലും വെള്ളം ചേർക്കാൻ വേണ്ടി പോകുന്നുമില്ല. പക്ഷേ ഈ തലേ ദിവസം വരെ മോഹൻ ജോർജ് കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന സമിതി അംഗമായിരുന്നു. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് BJP അംഗത്വം പോലും നൽകുന്നത്. ഇത്രയും പ്രവർത്തകർ BJPക്ക് കഴിഞ്ഞ കുറേ കാലമായി പ്രവർത്തിക്കുന്ന ഒരു മേഖലയിൽ നിന്ന് അത്തരത്തിൽ ഇന്നലെ വന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കുന്നു. അത് ഏത് തരത്തിലുള്ളൊരു ആശയമായ ഐക്യപ്പെടലാണ് നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുള്ളത്? അല്ല, അദ്ദേഹം BJPയിലേക്ക് ചേർന്നതിന് ശേഷമാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. അദ്ദേഹം ചേർന്നു എന്നുള്ളത് മെമ്പർഷിപ്പ് കൊടുക്കുന്ന ടെക്നിക്കലായിട്ടുള്ള കാര്യം മാത്രമാണ്. അദ്ദേഹം BJPയിലേക്ക് ചേർന്നു. ആദ്യം അദ്ദേഹം സ്വതന്ത്രനാവാൻ മത്സരിക്കുന്നതിനെക്കുറിച്ച് ആലോചിച്ചിരുന്നു. പക്ഷേ അദ്ദേഹവും താല്പര്യം പ്രകടിപ്പിച്ചു. അദ്ദേഹം BJPയിലേക്ക് ചേരണം. BJPയിലേക്ക് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാവേണ്ട ആവശ്യമില്ല. അദ്ദേഹം BJPയിലേക്ക് ചേർന്ന് നിശ്ചയിച്ചു. അതൊരു രാത്രി ഉണ്ടായ തീരുമാനമല്ല. കുറച്ചു കാലമായിട്ട് അദ്ദേഹം BJPയുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ഈ ഉപതെരഞ്ഞെടുപ്പ് അതിന് നിമിത്തമായി എന്ന് മാത്രമേ ഉള്ളൂ. പാർട്ടി പ്രവർത്തകന്മാരെ സംബന്ധിച്ചും അവർ തന്നെയാണല്ലോ അദ്ദേഹത്തെ സമീപിച്ചതും. ഇവിടുത്തെ പ്രാദേശിക നേതൃത്വം തന്നെയാണ് അദ്ദേഹത്തെ സമീപിച്ചതും അദ്ദേഹത്തെ BJPയിലേക്ക് ചേർക്കാനും തയ്യാറായിട്ടുള്ളത്. അതുകൊണ്ട് പാർട്ടിക്കകത്ത് അതുകൊണ്ടൊരു വിഷയവുമില്ല.